മുടിയൊക്കെ എടുത്ത തക്കിളി മോൾ അടിച്ചങ്ങ് തീർക്കുകയാണ് ഒരു സാധനം. ഷേവിങ് ലോഷനെങ്കിൽ ഷേവിങ് ലോഷൻ മണമുള്ളത് തന്നെയല്ലോ. തങ്കൂസേ, തങ്കൂസ് വന്നേ. എടി, നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ? പിന്നെ എന്ന് വെച്ചതാ. CD എല്ലാം കണ്ടു തീർത്തോ? എല്ലാം കണ്ടില്ല, കണ്ടോണ്ടിരിക്കല്ലേ. നീ കണ്ണെഴുതി പൊട്ടും തൊട്ട് വേണ്ടോ? അതാ കാണാത്തത്. അതും കണ്ടതും എത്രയും പെട്ടെന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിലുള്ള അഭിനയം അതൊക്കെ കണ്ടു പഠിക്ക്. പഠിക്കണുണ്ട് ഗ്ലീറ്റോ, എല്ലാം കൂടി കാണുമ്പോഴത്തേനും മനസ്സിലാവൂല. എന്ന് പറഞ്ഞാൽ സീരിയലാണ്, ഏത് നിമിഷമാണ് കഥാപാത്രത്തിന് മാറ്റം വരണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് വയസ്സാകാം, പെട്ടെന്ന് മന്ദബുദ്ധിയാകാം, പെട്ടെന്ന് ഗർഭിണിയാകാം. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഇതിനകത്ത് അങ്ങനെയൊന്നും ഓമനക്കുട്ടൻ സാർ ഇന്നലെ കുറേ നേരം വിളിച്ച് സംസാരിച്ചതാ. എന്താ പറഞ്ഞു? എന്റെ കഥാപാത്രത്തിനെ കുറിച്ച് കുറെ പറഞ്ഞു തന്നു. ഭയങ്കര ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. 2 ദിവസത്തിനകം തുടങ്ങണമെന്ന് പറഞ്ഞു. അവരവിടെ ഷൂട്ട് തുടങ്ങി. ആ പിന്നെ എന്റെ കാര്യം പറഞ്ഞാ നീ, എനിക്കിവിടെ ഒരു വേഷം ക്ലീറ്റോരെ അഭിനയിക്കാൻ അറിയോ? ഏതായാലും രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഇത് സംഭവം റെഡിയാക്കി തന്നെ. അതൊക്കെ നമ്മൾ പറഞ്ഞ ഓമനക്കുട്ടൻ സാർ കേൾക്കും. നല്ല മനുഷ്യനല്ലേ, നല്ല തങ്കപ്പെട്ട സ്വഭാവം. ആ വാളിയാ വാടാ, ചായ കുടിക്ക്. ചായ ഒന്നും വേണ്ട. അല്ല, നിങ്ങൾ സീരിയൽ അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് പോകുന്നില്ലേ? പിന്നെ പോണ്ടേ, 2 ദിവസത്തിനുള്ളിൽ പോകും. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് നിമിഷം വേണേലും വിളി വരാം. എവിടെയാ ഷൂട്ട്? വാഗമൺ. വരുന്നുണ്ടാ നീ? അയ്യോ, ഞാനൊന്നുമില്ലപ്പാ. പത്രത്തിൽ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. എന്ത് സീരിയലിന്റെ പരസ്യത്തിന്റെ ആയിരിക്കും. ഇന്നലെ എന്തോരം നേരം സംസാരിച്ചതാന്നറിയോ ഓമനക്കുട്ടൻ സാർ? ഇക്കാര്യം മാത്രം പറഞ്ഞില്ലടാ. ആ എടി, സാർ അങ്ങനെയാണ്. സാർ ഒന്നും പറയത്തില്ല, എല്ലാം ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മള്. അതാണ് സാറിന്റെ ഒരു രീതി. നോക്കട്ടെ, കംപ്ലീറ്റ് ന്യൂസ് ഉണ്ട്. ഞാൻ ഒതുങ്ങി നിൽക്കുന്നു, ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഏതാ ഒരു കാര്യം ചെയ്യാം, അളിയൻ കുറെ എതിർത്തതല്ലേ, അളിയന്റെ വാവുകൊണ്ട് തന്നെ വാർത്ത വായിക്കട്ടെ. കേൾക്കാം കേട്ടോ? വായിക്ക്. തിരുവനന്തപുരത്ത് പെൺവാണിഭ സംഘം അറസ്റ്റിൽ. നമുക്ക് കേൾക്കാനുള്ള വാർത്ത അളിയൻ വായിക്കും. ഇത് നിങ്ങൾ കേൾക്കാനുള്ള വാർത്തയാണ്. വീട്ടമ്മമാരെ സീരിയലിലും സിനിമയിലും അഭിനയിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി കെണിയിൽ പെടുത്തിയ 4 അംഗ സംഘം അറസ്റ്റിൽ. പല ഏജൻസികളുടെയും പേര് പറഞ്ഞാണ് ഇവർ വീടുകളിൽ എത്തുന്നതും സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും. കെണിയിൽ അകപ്പെടുന്ന ഇരകളെ സാമ്പത്തിക ചൂഷണത്തിനും പലർക്കും കാഴ്ചവെക്കുന്നതിനുമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിൽ മുഖ്യകണ്ണിയായ ഓമനക്കുട്ടനെയും സംഘത്തെയും വഞ്ചിയൂർ കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പല ജില്ലകളിലും ഇതിന് സമാനമായ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. വായിക്കും. എന്തേ, ഇപ്പൊ എന്താ നിനക്ക് പ്രശ്നം? കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവനെ. നിന്നോട് ഞാൻ എന്തടി ആദ്യം പറഞ്ഞത്? ഈ വക തോന്നിയാസങ്ങൾക്ക് നിൽക്കേണ്ടത് പറഞ്ഞില്ലേ? സിനിമയുടെയും സീരിയലിന്റെ ഒക്കെ പേരും പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് സംഘങ്ങൾ നാട്ടിലുണ്ട്. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള ബോധം വേണം മനുഷ്യനാണെങ്കിൽ. ഏതെങ്കിലും ഒരാൾ വന്ന് സിനിമയുടെ പേരും പറഞ്ഞ അല്ലെങ്കിൽ സീരിയലിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ കെടുത്തിയാടി പോവാ. ഞാനിവിടെ പറഞ്ഞതാണ്. നീ എന്ത് കോപ്പറാടാ? ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞതാ, അയാൾ കണ്ടപ്പോഴേ ശരിയല്ല. നീ എന്ത് പറഞ്ഞതാ? നീ എന്താ പറഞ്ഞത്? എന്താണ്? 10,000 രൂപ. 10,000? ഏത് 10,000? അളിയാ, നാടകം കളിക്കാൻ നിൽക്കല്ലേ? നീ 10,000 രൂപ കൊടുത്താ? അളിയ, ഞാൻ പൈസ ഒന്നും കൊടുത്തില്ല. തങ്കം, നീ എന്താ പറയുന്നത്? ക്യാമറയിൽ എന്നെ പിടിക്കാൻ വേണ്ടിട്ട് ചെലവുണ്ടെന്ന് പറഞ്ഞ എന്റെ 10,000 രൂപ മേടിച്ചായിരുന്നു. അല്ലാതെ എനിക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞോണ്ട് കൊടുത്തതാ ഞാൻ. എങ്ങനെ തിരിച്ചു തരാന്ന്? എനിക്ക് അഭിനയിക്കുമ്പോ പൈസ തന്നാലുണ്ടല്ലോ കഴുത. Alien versus Alien.